ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 4-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, ഒരു വർഷത്തിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് കോളേജുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കലാലയങ്ങൾ നാളെ തുറക്കുകയാണ്. ഡിഗ്രി, PG, ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കാണ് നാളെ മുതൽ ക്ലാസുകൾ ആരംഭിക്കുന്നത്. 18-ാം തീയതി മുതൽ എല്ലാ വിഭാഗം ഡിഗ്രി, PG വിദ്യാർത്ഥികളുടെയും ക്ലാസുകൾ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 50% കുട്ടികളെ വെച്ച് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസുകൾ നടക്കുക. സ്കൂളുകൾ നവംബർ 5-ന് തന്നെ തുറക്കുന്നതായിരിക്കും. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് പൊതുജന പങ്കാളിത്തത്തോടുകൂടി 20-ാം തീയതി മുതൽ 30-ാം തീയതി വരെ കാർഡ് വെട്ടിത്തെളിക്കൽ ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ സ്കൂളുകളിൽ നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗ്ഗരേഖകൾ ചൊവ്വാഴ്ച പുറത്തിറക്കുന്നതായിരിക്കും. നാളത്തെ റേഷൻ വിതരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം നാളെ മുതലാണ് സജീവമാകുന്നത്. 1-ാം തീയതി മുതൽ ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചിരുന്നു എങ്കിലും 2 ദിവസത്തെ അവധി കാരണം റേഷൻ വിതരണം മുടങ്ങിയിരുന്നു. ഇനി നാളെ പുനരാരംഭിക്കുകയാണ് റേഷൻ വിഹിതങ്ങളുടെ വിതരണം. പല ആളുകളും ചോദിക്കുകയുണ്ടായി, കഴിഞ്ഞ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വിതരണം ഒരാഴ്ച കൂടി ലഭിക്കുകയില്ലേ എന്നുള്ളത്. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം 30-ാം തീയതി തന്നെ അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് ലഭിക്കുകയില്ല. അത് ഒരാഴ്ചയ്ക്ക് സാധാരണഗതിയിൽ നീട്ടി നൽകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു മാസത്തെ റേഷൻ വിഹിതങ്ങൾ മറ്റൊരു മാസത്തെ ആദ്യ ആഴ്ചയിൽ കൂടി ലഭിക്കുന്നത്. 3 മാസമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിഹിതങ്ങൾ പിറ്റത്തെ മാസത്തേക്ക് നീട്ടി നൽകുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും എന്തെല്ലാമെന്ന് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയത്. ആവശ്യപ്പെട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ നിങ്ങൾ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം കോഴിക്കോട് ബീച്ച് വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. സമ്പൂർണ്ണമായിട്ടും കോവിഡ് മാനദണ്ഡങ്ങളോട് കൂടിയിട്ടാണ് ബീച്ച് തുറന്നു കൊടുത്തിട്ടുള്ളത്. രാത്രി 8 മണി വരെയാണ് കോഴിക്കോട് ബീച്ചിൽ പൊതുജനങ്ങൾക്ക് സന്ദർശനം ഉള്ളത്. ഇന്നത്തെ കോവിഡ് കണക്കും മറ്റ് അറിയിപ്പുകളും നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് 12,297 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 16,333 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 88,914 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 1,37,043 പേരാണ് ചികിത്സയിൽ ഉള്ളവർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. 4, 5, 6 തീയതികളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇടുക്കി, പത്തനംതിട്ട ജില്ലയിലും ചൊവ്വാഴ്ച മലപ്പുറം, ഇടുക്കി ജില്ലയിലും ബുധനാഴ്ച കോഴിക്കോട് ജില്ലയിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടൽ സാധ്യതയും ഉള്ളതിനാൽ മലയോര മേഖലയിലൂടെയുള്ള രാത്രി സഞ്ചാരം ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കടൽ തീരങ്ങളിൽ ഉയർന്ന തിരക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്തെ മുൻനിര ഇ-കൊമേഴ്സ് കമ്പനികളായ ആമസോണും ഫ്ലിപ്കാർട്ടും ആദായ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സും ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലുമാണ് നടക്കുന്നത്. ഫോണുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും വൻ വില കുറവാണ്. മുൻനിര സ്മാർട്ട് ഫോൺ കമ്പനികളായ ആപ്പിൾ, സാംസങ്, ഷവോമി, ഓപ്പോ, റിയൽമി, OnePlus, സോണി തുടങ്ങിയ ബ്രാൻഡുകളുടെ നിരവധി ഹാൻഡ്സെറ്റുകൾക്ക് 40%-ഓളമാണ് വില കുറവുള്ളത്. 74,990 രൂപ വിലയുണ്ടായിരുന്ന സാംസങ് ഗാലക്സി S20 ഇപ്പോൾ 51% ഇളവ് വരുത്തിക്കൊണ്ട് 36,990 രൂപയാണ് വില. ഇതുപോലെ ഓരോ സാധനങ്ങൾക്കും വൻ വില കുറവാണ് ഉള്ളത്. ഇനി പറയുന്നത് പോലീസിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ നിങ്ങളുടെ പണം അക്കൗണ്ടിൽ നിന്നും നഷ്ടമാവുകയും തട്ടിപ്പിനിരയായെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ഉടനെ 155-260 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. തട്ടിപ്പിന് ഇരയാവുന്നവരുടെ പണം നഷ്ടപ്പെടുന്നത് എത്രയും വേഗം തടയാനുള്ള സേവനമാണ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്നും ലഭ്യമാകുന്നത്. ഇത്തരത്തിലുള്ള പരാതികൾ കോൾ സെൻറ്ററിൽ ലഭിച്ചാൽ നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ വഴി ബന്ധപ്പെട്ട ബാങ്ക് അധികാരികളിലേക്ക് അടിയന്തര അറിയിപ്പ് നൽകി പണം കൈമാറ്റം ചെയ്യുന്നത് തടയും. തുടർന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്ത് കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുമാണ്. ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ചും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും പരാതികളും വിവരങ്ങളും സൂചനകളും നിങ്ങൾക്ക് നാഷണൽ സൈബർ ക്രൈം പോർട്ടലിലൂടെ നൽകാവുന്നതാണ്. www.cybercrime.gov.in എന്ന പോർട്ടലിലൂടെയാണ് പരാതി നൽകേണ്ടത്. വിവിധ വിദ്യാർത്ഥികൾക്ക് KSEBയുടെ ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. MTech, BTech 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ITI തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായി വ്യാവസായിക പരിശീലനം അഥവാ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
KSEBയുമായി ബന്ധപ്പെടാവുന്നതാണ്. KSEB അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ് എന്നാണ് KSEB അറിയിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് KSEBയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kseb.in എന്ന വെബ്സൈറ്റുമായി ബന്ധപ്പെടുക. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ